ഏവർക്കും സ്നേഹവന്ദനം. ഈ അടുത്ത സമയത്ത് ക്രിസ്ത്യ വിശ്വാസത്തിൽ നിന്ന് നിരീശ്വരവാദത്തിലേക്ക് പോയ ചില ചെറുപ്പക്കാരുടെ വീഡിയോകൾ ചില ആളുകൾ എനിക്ക് അയച്ചു തരികയുണ്ടായി. അതിലവർ വിശുദ്ധ ബൈബിളിലെ തിരുവെഴുത്തുകളെ കുറിച്ച് വളരെ മോശമായ രീതിയിലൊക്കെ സംസാരിക്കുക മാത്രമല്ല, അവർ പറയുന്നത് തിരുവെഴുത്തെല്ലാം തന്നെ വെഡിത്തരം നിറഞ്ഞതാണ്, ഇതൊന്നും നടക്കാത്ത സംഭവ്യമല്ലാത്ത കാര്യങ്ങളാണ് എന്നൊക്കെ. അതിന് ഒരാൾ എഴുതിയിരിക്കുന്നത് അല്ലെങ്കിൽ പറഞ്ഞിരിക്കുന്നത് ഈ ലോത്തിന്റെ സംഭവം, സോദോം ഗോമോറ അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. എന്നാൽ ദൈവവചനം തിരുവെഴുത്തിലൂടെ നമ്മൾ ശരിയായ വിധത്തിൽ നിന്ന് പരിശോധിക്കുകയാണെങ്കിൽ ദൈവവചനത്തിന്റെ മാധുര്യം മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത് ഈ തിരുവെഴുത്ത് വിശുദ്ധ ബൈബിളിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് തന്നെ ജിയോഗ്രഫിക്കലി പല കാര്യങ്ങളും കൃത്യതയോടുകൂടെ പറഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ്. സോദോം ഗോമോറ എവിടെയാണ് എന്നും ഇന്നും അത് എവിടെയുണ്ട് എന്നുള്ളതൊക്കെ നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ അതൊരു കെട്ടുകഥകളല്ല, അതൊരു ഭാവന സങ്കല്പങ്ങളല്ല, മറിച്ച് സംഭവിച്ച കാര്യങ്ങളുടെ വസ്തുതകളുടെ യാഥാർത്ഥ്യങ്ങളുടെ വെളിച്ചത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന ചരിത്ര വസ്തുതകൾ ആകുന്നു എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ വേറെ ചില ആളുകൾ അങ്ങനെ സോദോം ഗോമോറയിലെ സംഭവമൊക്കെ സംഭവിച്ചു, പക്ഷേ അവിടെ ഈ ദൈവം നീതിമാനും സ്നേഹവാനുമാണെങ്കിൽ എങ്ങനെയാണ് അവിടുത്തെ ജനങ്ങളെയൊക്കെ നശിപ്പിച്ചു കളയുക എന്നുള്ള ചോദ്യം. ദൈവം സ്നേഹവാനാണ്, എന്നാൽ എന്തുകൊണ്ട് ദൈവം മനുഷ്യരെ ശിക്ഷ വിധിക്കുന്നു എന്നുള്ള ചോദ്യമാണ് നിരീശ്വരവാദത്തിന്റെ മറ്റൊരു അടിസ്ഥാനപരമായ ചോദ്യം. ഇവയ്ക്ക് കൃത്യതയോടുകൂടെ ചില ഉത്തരങ്ങൾ തരുവാൻ ആഗ്രഹിക്കുകയാണ്. നിങ്ങൾ തീർച്ചയായിട്ടും ഇത് മുഴുവൻ കാണണമേ, ഇത് മറ്റുള്ളവരുമായിട്ട് പങ്കിടണമേ എന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. ദൈവവചനം തിരുവെഴുത്തിലൂടെ ഉടനീളം ആവർത്തിച്ച് വെളിപ്പെടുത്തുന്ന രണ്ട് സമാന്തര സത്യങ്ങളുണ്ട്. ഒന്ന്, ദൈവം അത്യന്തം കരുണാനിധിയാണ്. അതേസമയം ദൈവം പൂർണ്ണ വിശുദ്ധനും നീതിമാനുമായ ന്യായാധിപനുമാണ്. ആധുനിക ക്രിസ്തീയതയിൽ പലപ്പോഴും ദൈവസ്നേഹത്തെ മാത്രം ഊന്നിപ്പറയുകയും ദൈവ ന്യായവിധിയെ അവഗണിക്കുകയും ചെയ്യുന്നു എന്നുള്ളത് കൊണ്ടാണ് നിരീശ്വരവാദികളായിട്ടുള്ള ആളുകളൊക്കെ ഇത്തരം ചോദ്യങ്ങൾ ചോദിക്കാറുള്ളത്. എന്നാൽ ബൈബിൾ ഒരിക്കലും ഈ രണ്ട് യാഥാർത്ഥ്യങ്ങളെയും വേർതിരിക്കുന്നില്ല എന്നുള്ളതാണ് സത്യം. നോഹയെ രക്ഷിച്ച അതേ ദൈവം പുരാതന ലോകത്തെ ന്യായം വിധിച്ചു എന്ന് തിരുവെഴുത്ത് പറയുന്നു. പാപികളെ സ്വാഗതം ചെയ്ത അതേ യേശു ക്രിസ്തു നഗരങ്ങളോട് ന്യായവിധിയെക്കുറിച്ച് മുന്നറിയിപ്പ് നൽകി. ലോത്തിനെ സോദോമിൽ നിന്ന് വിടുവിച്ച അതേ കർത്താവാണ് സോദോമിനെ തീ കൊണ്ട് നശിപ്പിച്ചത്. അതിനാൽ വിശ്വാസി ദൈവത്തിന്റെ സ്നേഹവും ദൈവത്തിന്റെ കഠിനനീതിയും ഒരുപോലെ മനസ്സിലാക്കുന്നത് നന്നായിരിക്കും. നമ്മുടെ മുമ്പിലുള്ള ഇതിന് ആധാരമായിട്ടുള്ള ചില വേദഭാഗങ്ങൾ ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവെക്കട്ടെ. വിശുദ്ധ ബൈബിളിലെ ആദ്യ പുസ്തകമായിരിക്കുന്ന ഉൽപ്പത്തി പുസ്തകം, തനാക്കിലാണത്. ഉൽപ്പത്തി പുസ്തകം 19-ാം അധ്യായത്തിന്റെ 22 മുതൽ 29 വരെയും വിശുദ്ധ പത്രോസ്ലീഹ എഴുതിയ 2-ാം ലേഖനം 2-ാം അധ്യായത്തിന്റെ 1 മുതൽ 15 വരെയുള്ള വാക്യങ്ങളും, അതേപോലെ വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 10-ാം അധ്യായത്തിന്റെ 1 മുതൽ 15 വരെയുള്ള വാക്യങ്ങളും നമ്മൾ ചേർത്ത് പഠിക്കുകയാണെങ്കിൽ ഈ ഒരു ഗൗരവമുള്ള അടിയന്തര സന്ദേശം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ദൈവം നീതിമാന്മാരെ എങ്ങനെ രക്ഷിക്കണമെന്നും ദുഷ്ടരെ എങ്ങനെ ന്യായം ചെയ്യണമെന്നും അവർ സ്വീകരിച്ച വെളിപ്പാടിന്റെ അടിസ്ഥാനത്തിൽ അവർ ഉത്തരവാദികളായിരിക്കണമെന്നും അറിയുന്നവനാണ്. ഒന്നുകൂടെ ഞാൻ പറയാം, എങ്ങനെയാണ് ദൈവം രക്ഷിക്കുന്നത്, നീതിമാന്മാരെ രക്ഷിക്കുന്നതെന്നും അനീതി ചെയ്ത ആളുകളായിരിക്കാം, പാപികളായിരിക്കാം, പാപികള് യേശു ക്രിസ്തുവിന്റെ ക്രൂശിലെ ബലിയിൽ വിശ്വസിക്കുമ്പോൾ അവർ നീതീകരിക്കപ്പെടുന്നു. അപ്പൊ അവരെയാണ് നീതിമാന്മാർ എന്ന് തിരുവചനം പഠിപ്പിക്കുന്നത്. അങ്ങനെയുള്ള ആ നീതിമാന്മാരെ എങ്ങനെ രക്ഷിക്കണമെന്നും ദുഷ്ടന്മാരെ എങ്ങനെ ന്യായവിസ്താരം നടത്തണമെന്നും അവർ സ്വീകരിച്ച വെളിപ്പാടിന്റെ അടിസ്ഥാനത്തിൽ അവർ തന്നെ ഉത്തരവാദികളായിരിക്കും എന്നും അറിയുന്നവരാണ്. അപ്പോൾ ഉൽപ്പത്തി പുസ്തകം 19-ാം അധ്യായത്തിലെ തിരുവെഴുത്തിലെ ഏറ്റവും ഭയാനകരവും ഗൗരവകരവുമായിട്ടുള്ള സംഭവങ്ങളിൽ ഒന്നിനെയാണ് നമ്മുടെ മുമ്പാകെ അവതരിപ്പിച്ച് കാണിക്കുന്നത്. സോദോം ഗോമോറ എന്ന് പറയുന്ന രണ്ട് അധാർമിക പട്ടണങ്ങൾ, അല്ലെങ്കിൽ അഴിമതിയുടെയും കലാപത്തിന്റെയും നിയന്ത്രണങ്ങളില്ലാത്ത ദുഷ്ടതയുടെയും പ്രതീകമായിട്ട് മാറിയിരുന്ന രണ്ട് പട്ടണങ്ങൾ. ഉൽപ്പത്തി പുസ്തകം 19-ാം അധ്യായത്തിൽ എത്തുമ്പോഴേക്കും ദൈവ ന്യായവിധി ഒരു ഭീഷണി മാത്രമല്ല, അതിവേഗം വരാനിരിക്കുന്ന യാഥാർത്ഥ്യമാണ് എന്നുള്ളത് നമ്മളെ പഠിപ്പിക്കുകയാണ്. ദൂതന്മാർ സോദോമിലേക്ക് പ്രവേശിക്കുന്നത് സന്ദർശകരായി മാത്രമല്ല, ദൈവിക വിധിയുടെ നീതി നിർവഹകരായിട്ടുമാണ്. 12-13 വാക്യങ്ങളിൽ നമ്മൾ വായിക്കുമ്പോൾ അതിൻ്റെ 19-ാം അധ്യായത്തിന്റെ ഉൽപ്പത്തി 19-ന്റെ 12-13 വാക്യങ്ങളിൽ നമ്മൾ വായിക്കുമ്പോൾ അവർ ലോത്തിനോട് ചോദിക്കുന്നു, നിനക്കിവിടെ വേറെ ആരെങ്കിലും ഉണ്ടോ? ഇത് ഒരു സാധാരണ ചോദ്യമല്ല.
അവസാന കരുണയുടെ പ്രവൃത്തിയാണ്. ന്യായവിധി വീഴുന്നതിന് മുമ്പ് ദൈവം രക്ഷപ്പെടുവാനുള്ള അവസരം മനുഷ്യർക്ക് നൽകുന്നു. ഇത് ഒരു ആവർത്തിത ബൈബിൾ സത്യത്തെ നമ്മളെ പഠിപ്പിക്കുകയാണ്. ദൈവം ന്യായവിധിക്ക് മുമ്പ് മുന്നറിയിപ്പ് നൽകുന്നു. പ്രളയത്തിന് മുമ്പ് നോഹ എന്ന് പറയുന്ന നീതി പ്രസംഗിച്ചു എന്ന് നമ്മൾ വായിക്കുന്നുണ്ട്. നാശത്തിന് മുമ്പ് യോന നിനവയെ കുറിച്ച് വളരെ കൃത്യമായ മുന്നറിയിപ്പ് നൽകി. യെരുശലേമിന്റെ നാശത്തിന് മുമ്പ് യേശു കർത്താവ് അതിനെ ഓർത്ത് കരഞ്ഞു. ഇവിടെയും സോദോം ഗൊമോറയിൽ തീ വീഴുന്നതിന് മുമ്പായിട്ട് ദൈവം ദൂതന്മാരെ അയക്കുകയാണ്. ലോത്തിനോട് കുടുംബത്തെ കൂട്ടിച്ചേർത്ത് ഉടനെ തന്നെ പുറപ്പെടുവാനായിട്ട് കൽപ്പിക്കുന്നു. എന്നാൽ 14-ാം വാക്യത്തിൽ ഒരു ദുഃഖകരമായുള്ള യാഥാർത്ഥ്യം കൂടെ വെളിപ്പെടുത്തുകയാണ്. ലോത്ത് തൻ്റെ മരുമക്കളെ മുന്നറിയിപ്പ് നൽകിയപ്പോൾ, മരുമക്കളോട് ഈ ദേശം വിട്ടുപോര്, ദൈവം ഈ ദേശത്തെ നശിപ്പിക്കാൻ പോകുന്നു എന്ന് പറഞ്ഞപ്പോൾ അവർ വിചാരിച്ചത് ലോത്ത് തമാശ പറയുകയാണെന്ന്, കളി പറയുകയാണ്. ലോത്ത് കളി പറയുന്ന വ്യക്തിയായിരുന്നിരിക്കാം, അതുകൊണ്ട് തമാശ പറയാണെന്ന് അവർ കരുതി. ദൈവ മുന്നറിയിപ്പിന്റെ അടിയന്തരതയെ തമാശയായിട്ട് അവരെടുത്തു. ഇന്നും നമ്മളിൽ അനേകരുടെ ഹൃദയാവസ്ഥ ഇത് തന്നെയാണ്. ന്യായവിധി, വിശുദ്ധി, മാനസാന്തരം, നിത്യത എന്നിവയെക്കുറിച്ചുള്ള മുന്നറിയിപ്പുകളൊക്കെ കേൾക്കുമ്പോൾ പല ആളുകൾക്കൊരു തമാശയാണ്. എന്നാൽ അതിനെ അതിരൂക്ഷതയോ മതപരമായ ഭ്രാന്തോ എന്നൊക്കെ വിളിക്കാനായിട്ടും ഈ കൂട്ടർ മടിക്കുന്നില്ല. മനുഷ്യർ വിറയ്ക്കേണ്ടുന്ന കാര്യങ്ങളെ, ഭയക്കേണ്ടുന്ന കാര്യങ്ങളെ പരിഹസിക്കുകയാണ്. ഏറ്റവും വലിയ ദുഃഖം അജ്ഞതയല്ല, മറിച്ച് കാര്യങ്ങൾ അറിഞ്ഞിട്ടും അലസത നടിക്കുന്നതാണ്. 15-ാം വാക്യം അടിയന്തരത അല്ലെങ്കിൽ സ്പീഡ് വർദ്ധിപ്പിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. ദൂതന്മാർ പറയുകയാണ്, എഴുന്നേറ്റ് നിന്റെ ഭാര്യയെയും 2 പുത്രിമാരെയും കൂട്ടി വേഗത്തിൽ ഇവിടുന്ന് പോയിക്കൊള്ളുക, അല്ലെങ്കിൽ നഗരത്തിന്റെ ശിക്ഷയിൽ നീയും നശിച്ചു പോകുമെന്ന് വളരെ കൃത്യമായിട്ട് അവരോട് പറയുന്നു. എന്നാൽ 16-ാം വാക്യം നമ്മൾ വായിക്കുമ്പോൾ മനുഷ്യന്റെ ആത്മീയ ദൗർബല്യത്തെ വളരെ വ്യക്തമായിട്ട് ചിത്രീകരിക്കുകയാണ്. ലോത്ത് താമസിച്ചു എന്ന് നമ്മൾ വായിക്കുന്നത്. ലോത്ത് പിന്നെയും ഓരോ മുടന്തൻ ന്യായങ്ങളൊക്കെ പറഞ്ഞ് താമസിക്കുകയാണ്. അങ്ങനെ താമസിക്കുമ്പോൾ ന്യായവിധി വരുന്നത് അറിയാമായിരുന്നിട്ടും ലോത്ത് അനുസരണം വൈകിക്കുകയായിരുന്നു എന്നാണ് നമ്മളെ പഠിപ്പിക്കുന്നത്. ഇത് വലിയൊരു ആശ്ചര്യകരമായിട്ട് നമുക്ക് തോന്നിയേക്കാം. നാശത്തിന്റെ വക്കിൽ നിന്നുകൊണ്ട് ഒരാൾ എങ്ങനെയാണ് ആ നാശത്തെക്കുറിച്ച് അറിഞ്ഞിട്ടും താമസിക്കുന്നത്, മടിച്ചു നിൽക്കുന്നത്? എന്നാൽ ആത്മീയമായി പലരും ഇത് തന്നെയാണ് ഇന്നും ചെയ്തുകൊണ്ടിരിക്കുന്നത്. പാപം നമ്മെ നശിപ്പിക്കുന്നതാണെന്ന് നമുക്ക് നന്നായിട്ട് അറിയാം. നിത്യത യാഥാർത്ഥ്യമാണെന്നും നമ്മളിൽ പലർക്കും അറിയാം. എന്നാൽ മാനസാന്തരം അനിവാര്യമാണെന്ന് അറിഞ്ഞിട്ടും എന്നിട്ടും നമ്മൾ മാനസാന്തരപ്പെടാതെ ദൈവസന്നിധിയിൽ സമർപ്പിക്കാതെ സമർപ്പണത്തെയൊക്കെ മാറ്റിവെക്കുന്നു. അവർ ഒത്തുതീർപ്പുകളിലും ബന്ധനങ്ങളിലുമൊക്കെ അടിമത്തങ്ങളിലും പകയിലും ആത്മീയ തണുപ്പിലും ഒക്കെ തുടരുകയാണ്. ഒന്ന് ആലോചിച്ച് നോക്കി. നമുക്ക് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ദൈവവചനത്തിൽ കൂടെ എത്രയോ മുന്നറിയിപ്പുകൾ എത്രയോ കാലഘട്ടങ്ങളായിട്ട് തന്നുകൊണ്ടിരിക്കുന്നു. എന്നാൽ നമ്മൾ അതിനെയൊക്കെ തൃണവൽക്കരിച്ചുകൊണ്ട്, അതിനെയൊക്കെ അവഗണിച്ചുകൊണ്ട് സാരമില്ല, ഇപ്പോൾ ഒന്നും സംഭവിക്കുകയില്ല എന്നുള്ള ആ ദുരന്തത്തെ അറിഞ്ഞിട്ടും അതിനെ അവഗണിക്കുന്ന ഒരവസ്ഥ. എന്നാൽ ഉൽപ്പത്തി പുസ്തകം 19-ാം അധ്യായത്തിന്റെ 16-ാം വാക്യം നമ്മളെ ദൈവ കരുണയെയും വളരെ കൃത്യമായിട്ട് പഠിപ്പിക്കുകയാണ്. യഹോവ അവനോട് കരുണ കാണിച്ചതിനാൽ ആ മനുഷ്യർ അവനെയും ഭാര്യയെയും 2 പുത്രിമാരെയും കൈപിടിച്ച് പുറത്തു കൊണ്ടുപോയി. ദൈവം, പ്രിയമുള്ളവരെ, നമ്മളോടും കരുണ കാണിക്കുന്നതുകൊണ്ടാണ് നാം നശിച്ചു പോകാതിരിക്കുന്നത് എന്ന് മറന്നു പോകരുത്. ദൈവത്തിന്റെ വചനത്തിൽ പറയുന്നത്, യാക്കോബിന്റെ പുത്രന്മാരെ, നിങ്ങൾ മുടിഞ്ഞു പോകാതിരിക്കുന്നത് ദൈവം കരുണയുള്ളവനായിട്ട് അത്രേ എന്ന് നമ്മൾ വായിക്കുന്നുണ്ട് തിരുവചനത്തിൽ. അപ്പോൾ ആ കരുണ ദൈവം നമ്മളോട് കാണിക്കുകയാണ്. ലോത്ത് തൻ്റെ ആത്മീയ ശക്തി കൊണ്ടല്ല രക്ഷിക്കപ്പെട്ടത്. ഓർക്കണമേ, ലോത്ത് തൻ്റെ പ്രാർത്ഥനയുടെ ശക്തി കൊണ്ടോ തൻ്റെ ആത്മീയ ശക്തി കൊണ്ടോ അല്ല രക്ഷിക്കപ്പെട്ടത്. ദൈവ കരുണ കൊണ്ടാണ്. ദൈവ കരുണ കൊണ്ടാണ്. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇത് ദൈവത്തിന്റെ കരുണയെ നമ്മൾ മടുപ്പിനെയൊക്കെ ന്യായീകരിക്കുന്നതല്ല, മറിച്ച് ദൈവത്തിന്റെ കൃപയെ മഹത്വപ്പെടുത്തുകയാണ്. വിശ്വാസികൾ ബലഹീനരും ഭയപ്പെട്ടവരുമായിരുന്നാലും ദൈവം കരുണയോടെ ഇടപെടാൻ കഴിയും എന്ന് കാണിക്കുകയാണ്. ഒരു കാര്യം നമ്മൾ ഇതിനോട് ബന്ധപ്പെട്ട് മനസ്സിലാക്കണം. റോമാലേഖനം 5-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നത്, നമ്മൾ ബലഹീനരായിരുന്നപ്പോൾ തന്നെ, നമ്മൾ പാപികളായിരുന്നപ്പോൾ തന്നെ യേശു ക്രിസ്തു നിമിത്തം ദൈവം നമ്മളോട് കരുണ കാണിച്ചു.
അങ്ങനെ എഫേസ്യ ലേഖനം 2-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നത്, കൃപയാലല്ലോ നിങ്ങൾ വിശ്വാസം മൂലം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ ഈ നാശത്തിൽ നിന്ന് വിടുവിക്കപ്പെട്ടിരിക്കുന്നത്, ഈ നിത്യ നരകത്തിൽ നിന്ന് നിത്യരക്ഷയിലേക്ക് നിങ്ങൾ എത്തപ്പെട്ടിരിക്കുന്നത് നിങ്ങളുടെ ഈ വിശ്വാസത്തിന് പോലും നിങ്ങളുടെ പ്രവൃത്തി കാരണമല്ല, മറിച്ച് അത് ദൈവത്തിന്റെ ദാനമാണ്. നമ്മുടെ ആരുടെയും മേന്മ കൊണ്ടല്ല നമ്മൾ ദൈവകൃപയിലേക്ക് എത്തിച്ചേരുന്നത്. അപ്പോൾ രക്ഷ അടിസ്ഥാനപരമായി ദൈവകൃപയുടെ പ്രവൃത്തിയാണ്. രക്ഷ അടിസ്ഥാനപരമായിട്ട് ദൈവകൃപ നമ്മളിൽ വ്യാപരിക്കുന്നതിനുള്ളതിൻ്റെ തെളിവാണ്. അതുകൊണ്ട് ഈ രക്ഷയിൽ ജീവിക്കുന്നതായിട്ടുള്ള വ്യക്തികൾ വളരെ ജാഗ്രത പാലിക്കണം. ഈ തലമുറയിൽ 19-ാം അധ്യായത്തിന്റെ 17-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത് നിർണായകമായിട്ടുള്ളൊരു കൽപ്പനയാണ്. എന്താണത്? നിന്റെ ജീവൻ രക്ഷിക്കുവാൻ ഓടി രക്ഷപ്പെടുക, പിന്നോട്ട് നോക്കരുത്, താഴ്വരയിൽ എവിടെയും നിൽക്കരുത്. ഈ കൽപ്പന ആഴമുള്ള ഒരു ദൈവശാസ്ത്രം നമ്മളെ പഠിപ്പിക്കുകയാണ്. ന്യായവിധിയിൽ നിന്ന് രക്ഷ അഥവാ വിടുതൽ ലഭിക്കുവാൻ ശിക്ഷിക്കപ്പെടുന്ന വ്യവസ്ഥിതിയിൽ നിന്ന് വേർപെടണം. ഏത് കാരണത്താലാണോ നമ്മൾ നാശത്തിലേക്ക് പോകുന്നത്, ആ കാരണത്തിൽ നിന്ന് രക്ഷപ്പെടണം. ഭൗതികമായ സ്വതം വിടുകയും മാനസികമായി അതിനോട് ചേർന്നിരിക്കുകയും ചെയ്യാൻ ആകുകയില്ല. ദൈവം ലോത്തിനെ ഭൂമിശാസ്ത്രപരമായി മാറ്റുകയല്ല, നിർണായകമായ ഒരു വേർപാട് ആവശ്യപ്പെടുകയാണ്. എന്നാൽ ലോത്തിന്റെ ഭാര്യ ഇവിടെ പരാജയപ്പെട്ടു എന്ന് 26-ാം വാക്യത്തിൽ വളരെ കൃത്യമായിട്ട് പറയുകയാണ്. എന്താണ് ഭയാനകരമായിട്ടുള്ള ആ ഒരു വാക്യം? ലോത്തിന്റെ ഭാര്യ പിന്നോട്ട് നോക്കി, അവൾ ഉപ്പുതൂണായി. ചെറിയൊരു വാക്യമാണ്, പക്ഷേ അത് അവളുടെ ജീവിതത്തിന്റെ നാശത്തിന് കാരണമായി തീർന്നുവെന്ന് നമ്മളെ പഠിപ്പിക്കുന്നു. അവളുടെ പാപം വെറും ഒരു കാഴ്ച വസ്തു അല്ല നമുക്കിന്ന്, അതൊരു കൗതുകമല്ല. മറിച്ച് യേശു പിന്നീട് ഈ സംഭവത്തെ വളരെ ചുരുക്കമായിട്ട് ഇങ്ങനെയാണ് പറയുന്നത്: ലോത്തിന്റെ ഭാര്യയെ ഓർത്തുകൊള്ളുവിൻ. ലൂക്കായുടെ സുവിശേഷം 17-ാം അധ്യായത്തിന്റെ 32-ാം വാക്യം. അപ്പൊ അവളുടെ പിന്നോട്ടുള്ള നോട്ടം വിഭജിക്കപ്പെട്ട ഹൃദയത്തിന്റെ അടയാളമായിരുന്നു. ശരീരം സ്വതം വിട്ടെങ്കിലും ഹൃദയം അവിടെ തന്നെയായിരുന്നു. അവൾ പുറമേ രക്ഷയിലേക്ക് നടന്നു, എന്നാൽ ഉള്ളിൽ ലോകത്തെ ആഗ്രഹിച്ചു. ഇത് ക്രിസ്തീയ സഭയ്ക്കുള്ള ഒരു മുന്നറിയിപ്പും കൂടിയാണ്. ക്രിസ്തീയ സഭയിൽ പല ആളുകളും നിരീശ്വരവാദികളായി തന്നെ തുടരുന്നു. പല ആളുകളും കുർബാന ചെല്ലുന്നവരായിരുന്നാലും, കുർബാന അനുഷ്ഠിക്കുന്ന അല്ലെങ്കിൽ കുർബാനയിൽ പങ്കാളികളാകുന്നവരായിരുന്നാലും, സ്വീകരിക്കുന്നവരായിരുന്നാലും ഒക്കെ വേണ്ടുന്ന പോലെ ദൈവവിശ്വാസത്തിന്റെ ആഴം ഉൾക്കൊണ്ടിട്ടില്ല. ശരിയല്ല ഞാൻ പറയുന്നത്? എന്നോട് കോപിക്കാൻ വേണ്ടിയിട്ട് പറയുകയല്ല, മറിച്ച് നമ്മളെ സ്വയം പരിശോധിക്കാൻ വേണ്ടി പറയുകയാണ്. അപ്പൊ നമ്മുടെ ക്രിസ്തീയ സഭ ഏത് സഭയായിരുന്നാലും ശരി, ആ സഭയ്ക്കൊക്കെയുള്ള ഒരു മുന്നറിയിപ്പാണ്. പലർക്കും വിടുതലൊക്കെ വേണം, പലർക്കും രക്ഷ വേണം, പക്ഷേ വേർപാട് ആർക്കും വേണ്ട. പലർക്കും നിത്യജീവൻ വേണം, എന്നാൽ സമർപ്പണം വേണ്ട. സ്വർഗം വേണം, വിശുദ്ധി വേണ്ട. ക്രിസ്തു വേണം, എന്നാൽ ജഡത്തിന്റെ ക്രൂശിക്കൽ വേണ്ട എന്നാണ് ചിന്തിക്കുന്നത്. ജഡത്തെ ക്രിസ്തുവിനോടുകൂടെ ക്രൂശിക്കാൻ തയ്യാറല്ല. എന്നാൽ ഇവിടെ യേശു കർത്താവിന്റെ ശിഷ്യത്വം സമ്പൂർണമായിട്ടുള്ള അനുസരണവും ഏകാഗ്രതയും നമ്മളിൽ നിന്ന് ആവശ്യപ്പെടുന്നു. സോദോമിനെ പിടിച്ചുപറ്റി സിയോനെ അവകാശമാക്കുവാൻ കഴിയുകയില്ല എന്നുള്ളത് നമ്മൾ അറിയണം. സോദോമിന്റെ പാപത്തിൽ താമസിച്ചുകൊണ്ട്, സോദോമിന്റെ മ്ലേച്ഛതയിൽ ജീവിച്ചുകൊണ്ട് സ്വർഗീയ സിയോൻ നമുക്ക് അവകാശമാക്കാൻ കഴിയുകയില്ല പ്രിയമുള്ളവരെ. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന ആരായിരുന്നാലും, നമ്മൾ ഏത് ആത്മീക നിലവാരത്തിൽ ജീവിക്കുന്നവരായിരുന്നാലും ഓർത്തുകൊള്ളുക, നമ്മൾ സോദോമിനെ വിട്ടുപോരുകയാണെങ്കിൽ ഹൃദയാംഗമായിട്ട് വിട്ടുപോരണം. ഹൃദയം സോദോമിലും ജഡം അവിടെ നിന്ന് പുറത്തേക്കും വരുന്ന ഒരവസ്ഥയല്ല നമുക്ക് വേണ്ടുന്നത്. നമ്മൾ മുഴുവാളത്വം ക്രിസ്തുവിനോട് സമർപ്പിതരായിട്ട് മുന്നോട്ട് ജീവിക്കണം എന്നുള്ളതാണ്. ഉൽപ്പത്തി പുസ്തകം 19-ാം അധ്യായത്തിൽ ന്യായവിധിയോടെ അവസാനിക്കുകയാണ്. യഹോവ സോദോമിന്മേലും ഗോമോറയ്ക്കുമേലും ഗന്ധകവും തീയും പേയ്ക്കുന്നു. കർത്താവിന്റെ നാശം ആ ദേശത്തിന്മേൽ വന്നു. നാശം പൂർണ്ണവും മാറ്റമില്ലാത്തതും ഭയാനകവുമാണ് എന്നത് പഠിപ്പിക്കുന്നു. ആധുനിക മനുഷ്യർ ഈ ദൈവചിത്രത്തെ എതിർത്ത് സംസാരിക്കുന്നുണ്ട്, ഞാൻ പറഞ്ഞതുപോലെ നിരീശ്വരവാദികളൊക്കെയും. എന്നാൽ തിരുവെഴുത്ത് വളരെ കൃത്യമായിട്ട് ഉറപ്പിക്കുന്ന ഒരു കാര്യം, ദൈവ ന്യായവിധി ദൈവ സ്നേഹത്തോട് വിരോധമല്ല. സ്ഥിരമായ കലാപത്തിനെതിരായ ദൈവവിശുദ്ധിയുടെ ആവശ്യമായ പ്രകടനമാണ് ന്യായവിധി.
ഒരിക്കലൂടെ ഞാൻ പറയട്ടെ, സ്ഥിരമായ കലാപത്തിനെതിരായ ദൈവവിശുദ്ധിയുടെ ആവശ്യമായ പ്രകടനമാണ് ന്യായവിധി. അത് നമ്മുടെ ലോകത്തും നമ്മുടെ രാജ്യത്തും നമ്മുടെ നാടുകളിലും സംഭവിക്കുന്നതിന് മുമ്പേ നമുക്കൊരു മാനസാന്തരം വേണം. ദൈവം നമുക്ക് ഒരുക്കിയിരിക്കുന്ന രക്ഷ, കാൽവറി കുരിശിൽ കൂടെയുള്ള നിത്യരക്ഷ, വിശ്വാസത്താലുള്ള ക്രിസ്തുയേശുവിന്റെ ക്രൂശിലെ മരണം എൻ്റെ പാപത്തിന്റെ ശിക്ഷാവിധിയിൽ നിന്ന് എന്നെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാകുന്നുവെന്ന് ഹൃദയാംഗമായി വിശ്വസിച്ചുകൊണ്ട് ആ കർത്താവിന്റെ സന്നിധിയിൽ സമ്പൂർണ്ണമായി സമർപ്പിക്കുന്ന ഏതൊരു വ്യക്തിക്കും നിത്യശിക്ഷാവിധിയിൽ നിന്നുള്ള വിടുതൽ കിട്ടുന്നതെന്ന് മാത്രമല്ല, അവൻ സ്വർഗരാജ്യത്തിന്റെ അവകാശിയായി തീരുകയും ചെയ്യും. അതുകൊണ്ട് നമ്മുടെ മുമ്പാകെ 2 ചോയ്സാണ് ഇപ്പോൾ ഉള്ളത്. ഒന്നുകിൽ നമുക്ക് നിത്യ ശിക്ഷാവിധിയായിരിക്കുന്ന, നിത്യ നരകമായിരിക്കുന്ന, നിത്യദണ്ഡനമായിരിക്കുന്ന നരകത്തിലേക്കുള്ള പ്രവേശനം, അല്ലെങ്കിൽ നിത്യസ്വർഗം. നിത്യസ്വർഗത്തിലേക്കുള്ള ഏക വഴിയും സത്യവും ജീവനും നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവാണ്. അവൻ ആർക്കും മതം നൽകിയിട്ടില്ല, അവൻ ആർക്കും ജാതി നൽകിയിട്ടില്ല. അവൻ നമുക്ക് രക്ഷയാണ് തന്നിരിക്കുന്നത്. ആ രക്ഷയെ നമുക്ക് സ്വായത്തമാക്കിക്കൊണ്ട് ദൈവമക്കളായി, നിത്യതയുടെ അവകാശികളായി, ദൈവിക ന്യായവിധിയിൽ നിന്ന് രക്ഷപ്പെട്ടുകൊണ്ട് ജീവിക്കാം. നമ്മുടെ നാടിൽ, നമ്മുടെ രാജ്യത്ത്, നമ്മുടെ സംസ്ഥാനത്ത് ഈ രക്ഷ വ്യാപിക്കാനായിട്ട് നമുക്ക് ഒരുമിച്ച് പ്രവർത്തിക്കാം. ദൈവാത്മാവ് നമ്മുടെ പ്രാർത്ഥനയും നമ്മുടെ പ്രവർത്തനങ്ങളെയും മാനിക്കുമാറാകട്ടെ. നന്ദി, നമസ്കാരം.